കടുകിട്ട് താളിക്കണം അല്ലേ? നല്ല കാട്ടുമൂരിയുടെ ഇറച്ചിയാണ് കേട്ടോ. ഇറച്ചി എന്ന് പറയുമ്പോൾ ഒരു പൊള്ളൽ വേണം. കല്യാണ വീട്ടിലൊക്കെ തലേന്നത്തെ പരിപാടി പറ്റില്ല, പോലീസ് കണ്ടാ പിടിക്കും. അപ്പൊ ഇടിക്കൊന്നും ഇല്ലടാ. നമ്മൾ നാട്ടിലായിരിക്കുമ്പോഴല്ലോ ആഴ്ചയിലൊന്ന് പറയുമ്പോൾ ശനിയാഴ്ചയോ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും അല്ലെ മെയിനായിട്ട് മസ്റ്റ് ആയിരിക്കും നമ്മുടെ വീട്ടില് തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞൊരു സാധനം. തേങ്ങാച്ചോറും ബീഫും അതൊരു തേങ്ങാച്ചോറിന് വേണ്ടി ഒരു പ്രത്യേക രീതിയിലുണ്ടായിരുന്നു. പിന്നെ എന്നാ പരിപ്പല്ലേ, പരിപ്പ്, പിന്നെ കച്ചമ്പറും ചിലപ്പോ ഉണ്ടാവും. പപ്പടം ഉണ്ടാവും, നമുക്ക് പൊരിക്കാൻ പപ്പടം ഉണ്ട്. അപ്പൊ ഇതാ നാട്ടിലത്തെ ആ ഒരു സാധനം നമുക്ക് അതേപോലെ ഒപ്പിച്ചെടുക്കണം കേട്ടോ. ഇതാ ആദ്യം നമ്മൾ ബീഫ് റെഡിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതിനായിട്ടുള്ള ഇത് പോത്തിന്റെ ഇറച്ചിയാണോ കാളയുടെ ഇറച്ചിയാണോ? എന്നാ പശു, നല്ല നാടൻ ജർമ്മൻ പശുവിന്റെ ഇറച്ചിയാട്ടോ. ഞാൻ ആദ്യം ഒരു വീഡിയോ കാണും, എന്നിട്ട് അതിനെപ്പറ്റി ഒന്ന് പഠിച്ചു വയ്ക്കും, എന്നിട്ട് ഉച്ചിരി വിളിക്കും. പിന്നെ അവിടെ എങ്ങനെ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചു. അത് വെള്ളേക്ക് നമ്മൾ തിരിക്കണം, ആ ഒരു കുറവ് മാത്രമേ. മെയിൻ സംഭവമാണ് പരിപ്പ്, അതുകൂടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇറച്ചി ഇതുവരെ കട്ട് ചെയ്ത് തീർന്നിട്ടില്ലേ? ഇത് നല്ല പീസാട്ടോ. ഈ പീസ് എനിക്ക് നെയ്യുണ്ടല്ലേ അവിടെ ഇവിടെ. ഇതന്നെ ഇത് തേങ്ങയും ജീരകവും അരച്ചെടുക്കണം കേട്ടോ തേങ്ങാച്ചോറിനൊപ്പം. അതാണ് തേങ്ങാച്ചോറിന്റെ മെയിൻ സാധനം അല്ലേ? ആയിട്ടില്ലേ? ഇനി ഇതിനകത്ത് എന്തോ ചെയ്യാറുണ്ടല്ലേ? കടുകിട്ട് താളിക്കണം അല്ലേ? അവിടെ ഇറച്ചിന്ന് കൂടെ ചോര ഇത് കഴുകിയിട്ട് ലാസ്റ്റ് വന്നതല്ലേ? നല്ല കാട്ടുമൂരിയുടെ ഇറച്ചിയാണ് കേട്ടോ. യൂങ്ങേബിൾ അല്ലേ? കാട്ടുമൂരി. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴേ വീട്ടുകാർ ചോദിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോന്നാണ്. അപ്പോൾ സമയം ഒരു 9:30-10 മണിയായിട്ടുണ്ടാവും. നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും ഒക്കെ ഒരൊറ്റ ഫുഡായിരിക്കും മിക്കപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ. കാന്താരി ഉണങ്ങിയത്, ലേശം ഉപ്പുകൂടി വേണം അല്ലേ? ബീഫ് അങ്ങനെ നമ്മളിനി വേവിച്ചെടുക്കാൻ പോവാട്ടോ. ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ കാര്യങ്ങൾ ഇനി സെറ്റ് ചെയ്യണം. 1 ഇഞ്ചിയും 1 വെളുത്തുള്ളി നീളത്തിനല്ലേ? ഓക്കെ, ഞാൻ അരിയാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇതിനകത്ത് ഗരം മസാല, മീറ്റ് മസാല, മല്ലിപ്പൊടി, കൈക്കണക്കാലല്ലോ. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടൂല്ലേ? പിന്നെ ഇത്രയും സാധനങ്ങൾ ഇട്ടു കേട്ടോ. നല്ലോണം തിരുമ്മി പിടിപ്പിക്കണോ അല്ലേ ഇതിനകത്തേക്ക്? കൈ കൊണ്ട് തന്നെ ചെയ്യണോ അല്ലേ? ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അരച്ചു വെച്ച അരപ്പ്, പിന്നെ ആദ്യമേ തന്നെ സവോളയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് ആ അരപ്പല്ലേ പിന്നെ ഇട്ടത്, അരപ്പിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ അരി ഇട്ടിട്ട് പാകത്തിന് വെള്ളവും വെച്ച് കുറച്ച് പിന്നെ എന്നായിട്ട് ഇല കറിവേപ്പിലയും മല്ലിയിലയും ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബീഫ് 3 വിസിലടിച്ചു അല്ലേ? 4-5 വിസിലടിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇനി ബീഫ് റെഡിയാക്കി എടുക്കണം. ബീഫ് ഒന്നും ആയിട്ടില്ല, ഒരു സ്റ്റെപ്പ് ആയിട്ടുള്ളൂ അല്ലേ? ബീഫ് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി പക്ഷെ നമുക്ക് സെറ്റാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിന് നമ്മൾ തേങ്ങാച്ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാറില്ല. ഇഞ്ചി വെളുത്തുള്ളിയും ഇതും വഴറ്റുന്ന ഉലുവ ആദ്യം പൊടിച്ചിട്ട് ബാക്കി വഴറ്റും. ഇതിൽ നമ്മൾ ആദ്യം ഇട്ട മസാല എല്ലാം തന്നെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് അതിനകത്തേക്കാണ് വീണ്ടും ബീഫ് ഇടുന്നത് കേട്ടോ. എത്ര നാളായിരുന്നു ഇതുപോലത്തെ നല്ല എരിവുള്ള കറി കൂട്ടിയിട്ട്? ഇതിൻ്റെ ഒരു പൊള്ളലുണ്ടല്ലോ. ഇറച്ചി എന്ന് പറയുമ്പോൾ ആ ഒരു പൊള്ളല് വേണം ഇറച്ചി കഴിക്കുമ്പോൾ. ചോറ് നോക്കിക്ക്, നാട്ടിലെ ചോറായിട്ടില്ല അല്ലേ? എന്നാലും ചോറിനാ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ സംഭവം അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാൻ. നമ്മുടെ തേങ്ങാച്ചോറും ബീഫും പപ്പടവും പരിപ്പും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിച്ചിരി വെള്ളം കൂടിയിട്ടൊരു
കുഴഞ്ഞ ഇതിനായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ കഴിക്കുമ്പോൾ സുഖമുണ്ടല്ലോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഭവം. ഞാൻ നിന്നോട് പറഞ്ഞ അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം തേങ്ങാച്ചോറ് വെച്ചിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് ടൈം വെക്കുന്നതല്ലേ തേങ്ങാച്ചോറ്? രണ്ട് ടൈപ്പ് പാർബോയിൽഡ് കുറച്ച് വേവ് കുറവുള്ള മറ്റേ കൂട്ട് അരിയും കൂടെ ആണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. വിഷയം സാധനം കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ കല്യാണ വീട്ടിലൊക്കെ തലേന്നത്തെ പരിപാടി ഒന്നീ സാധനമായിരിക്കും. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ശനിയാഴ്ച ഞായറാഴ്ച മെയിനായിട്ട് ഉണ്ടാക്കണം. നിങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? ഞായറാഴ്ചകളാണ് ഇതിൻ്റെ ഒരു ദിവസം, തേങ്ങാച്ചോറിൻ്റെ ദിവസം. ഇത് കൂട്ട് കറിയും. നമുക്ക് എന്നാക്കെ സാധനങ്ങൾ കഴിക്കാൻ കിട്ടുമെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ വീട്ടിലേതായിട്ടുള്ള ചില ഫുഡില്ലേ അത് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഓൾമോസ്റ്റ് വീട്ടിലെ ടേസ്റ്റിൽ ഫുഡെല്ലാം കിട്ടുന്നുണ്ട്. സത്യം പൊക്കി പറഞ്ഞല്ല. നമുക്കിനി പയ്യൊന്ന് നടക്കാറിങ്ങിയാലോ. സൈക്കിളിൽ ഇവിടെ രണ്ടുപേരും അലൗഡ് അല്ലാന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. കറക്റ്റ് കേസല്ലേ അത്? രണ്ടുപേർക്ക് ഇവിടെ സൈക്കിളിൽ പോകാൻ പറ്റില്ല, പോലീസ് കണ്ടാൽ പിടിക്കും. അല്ലേ ഇപ്പം ഞാൻ ഇവളോട് പറയുന്നു സൈക്കിൾ എടുത്ത് പോവാം. ഒരു ഡിസംബർ ആവുന്നതോട് കൂടിയിട്ട് നോക്കണ്ട, എല്ലായിടത്തും പരിപാടികൾ തുടങ്ങും. ജസ്റ്റ് ഒരു വീടിൻ്റെ ഗാർഡനിൽ കണ്ട കേട്ടോ. നമ്മളിവിടെ ഈ ബാൻഡനിൽ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ഈ പാർക്കിൽ കൊണ്ടുവരാന്നാണോ നീ പറഞ്ഞുകൊണ്ടിരുന്നേ? ആ, ഈ പാർക്കിൽ വന്ന കേസ് പറഞ്ഞുകൊണ്ടിരുന്നേ കേട്ടോ. നല്ലൊരു പാർക്ക്, വൈകിട്ടൊക്കെ വന്നൊരു ചായയൊക്കെ കുടിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പാർക്ക്. ഇത് ചാണകമാണോ? മണ്ണില ഇതാക്കി ഇട്ടിട്ടേക്കുന്ന മണ്ണാണോ ഇത്? അത് എനിക്കറിയില്ലാണോ. എന്നാണോ പാർക്ക്? ഈ സംഭവം എവിടെയോ കണ്ടിട്ടുണ്ട്. പാർക്ക് എടാ നമ്മുടെ തൊടുപുഴ പാർക്ക്. ആ എന്റെ വീഡിയോയിലുണ്ട് ഈ സാധനം. ആ വെയിറ്റ് വെക്കണത് ഇല്ല, ചെളി വിറ്റു. ഇരുന്ന ചെളി പറ്റൂന്നേ. നിന്റെ ജീൻസ് അല്ലേ, എന്റെ ഈ ഉടുപ്പല്ലേ, ഇതില് ചെളി പറ്റും. അതാ പറഞ്ഞ നിന്നെ അതിൽ അയ്യോ ഇതില് കയറ്റി വിടാന്ന് ഈ സാധനത്തില്. വാ, ഇവിടെ ഈ സാധനം ഇല്ല, ഇത് ഈ നൂലില്ല, അത് വലിച്ചങ്ങോട്ടേക്ക് കൊണ്ടുവാ. ആ അത് വലിച്ചിങ്ങോട്ട് കൊണ്ടുവാ. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. അത് വലിച്ചു അങ്ങോട്ട് പോരെ അതിന്റെ കൂടെ. ആ നീ പോയില്ലേ ഞാൻ പോവും. ഞാൻ പോകണമെങ്കിൽ ആദ്യം ഈ കാലിവിടെ കയറ്റി വെച്ചിട്ട് കയറി നിൽക്കുവോ അല്ലെങ്കിൽ അതിനകത്ത് ഇരിക്കുകയോ ചെയ്യേ. ഇരുന്നാൽ ചിലപ്പോൾ കാലൊടിയാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത് അങ്ങ് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും സീനാവും. ഇത് ഭയങ്കര സ്പീഡിലാണോ പോകുന്നത്? ആ നീ അതിന്റെ അകത്ത് കയറി നിക്കാൻ പറ്റുമോ നോക്ക്, സൂക്ഷിക്കണം കേട്ടോ. ഇടിക്കൊന്നും ഇല്ലടാ, കേറി ഇരുന്ന് പോന്ന. എന്നിട്ട് കാല് നന്നായിട്ട് പൊക്കി വെച്ചാ മതി. പൊക്കി വെച്ചോളണേ, പൊക്കി വെച്ചിട്ട് കാല് പൊക്കി വെക്കണം. അങ്ങനെ വെച്ചാൽ കാലൊടിയൂടാ. അങ്ങനെയല്ല അത് പോണ്ടേ. ഞാൻ പോയി കാണിച്ചു തരാം, ഇത് പിടിക്ക. എടാ കാല് ഇങ്ങനെ നീട്ടി വെക്കടാ. ആ
ഇവിടെ വന്നത് വെറുതെ ആയില്ല. അമ്മ വല്ലോം തന്നെ, അമ്മ വല്ലോം തന്നെ, പാവങ്ങളാണേ. ആദ്യമേ തൊട്ട് വരാന്ന് പറഞ്ഞ പാർക്കിലും വന്നു. നമുക്കെന്നാ പോയേക്കാൻ പോയി.